ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റഡി കോർണർ ഓൺലൈൻ ക്ലാസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് 2ാം ക്ലാസ്സിലെ മാത്സ് പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിക്കാനായിട്ടാണ്. എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലേ? ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ? ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പേജ് എടുക്കൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരെ, ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പേജ് നോക്കൂ. നല്ല മനോഹരമായ ഒരു പിക്ചറാണല്ലേ? ഒരു അമ്മയും മകളും, ഒരു ഡോട്ടർ ആൻഡ് മദർ ഉണ്ട്. അതുപോലെ അവരുടെ ബാക്കിൽ ഒരു ക്യാറ്റ് പമ്മി വരുന്നുണ്ടല്ലേ? അതുപോലെ വേറെ എന്തൊക്കെയാണ് കാണുന്നത്? എവിടെയാണ് ഈ ഒരു അമ്മയും മകളും ഉള്ളത്? അവർ കിച്ചണിലാണല്ലേ? നല്ല മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കിച്ചണിലാണ് അവരുള്ളത്. കിച്ചണിൽ ഒരുപാട് എന്തുണ്ട്, ഐറ്റംസ് ഉണ്ടല്ലേ? എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത്? പാത്രങ്ങളുണ്ട്, കപ്പുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ജാറ്, ടിന്നുകളുണ്ട്, അതുപോലെ സ്റ്റൂളുണ്ട്, ടേബിളുണ്ട്, എല്ലാം ഉണ്ടല്ലേ? എല്ലാമുള്ള ഒരു മനോഹരമായ കിച്ചണാണല്ലേ? ആ ഒരു പിക്ചറിൻ്റെ പ്രത്യേകത നോക്കൂ കൂട്ടുകാരെ. ഒത്തിരി സാധനങ്ങളുണ്ട്. എല്ലാ സാധനം ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല അല്ലേ? എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായ വലിപ്പവും നീളവും വീതിയും ഒക്കെ ഉണ്ട്. അതെല്ലാം ഡിഫറെൻ്റ് ആണല്ലേ? അപ്പം നമുക്ക് ചുരുക്കി എങ്ങനെ പറയാം? ഈ ഒരു കിച്ചണിലുള്ള ഒത്തിരി സാധനങ്ങളെല്ലാം ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സുകളിലാണല്ലേ ഉള്ളത്? ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സുകളിലല്ലേ? എല്ലാം ഒരേ ഷേപ്പാണോ? ഇപ്പോൾ അവിടെ നോക്കൂ, ടേബിളും സ്റ്റൂളും ഉണ്ടല്ലേ? രണ്ടിനും രണ്ട് ഷേപ്പല്ലേ? അതുപോലെ ഒത്തിരി സാധനങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഷേപ്പ് ഉണ്ടല്ലേ? അപ്പോൾ അതാണ് ആ ഒരു പിക്ചറിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ആ ഒരു അമ്മയും മകളും, ഡോട്ടർ ആൻഡ് മദർ നിൽക്കുന്ന ആ ഒരു കിച്ചണിലുള്ള ഒത്തിരി സാധനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ സാധനങ്ങളെക്കുറിച്ച് മാത്രമല്ല, അവയ്ക്കുണ്ടായിരിക്കുന്ന ആ ഒരു ഷേപ്സിനെയും കൂടി കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ കൂട്ടുകാരെ? ഒരു റെഡി? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു ചാപ്റ്ററിൻ്റെ നെയിം നോക്കാമല്ലേ നമുക്ക്? എന്താണ്? ഷേപ്സ് ഇൻ ദ കിച്ചൺ. മാത്സ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നെയിം എന്താണ്? ഷേപ്സ് ഇൻ ദ കിച്ചൺ. അപ്പോൾ ഷേപ്സ് എന്ന് വെച്ചാൽ എന്താ? ആകൃതികളാണല്ലേ? ഷേപ്സ് ഇൻ ദ കിച്ചൺ എന്ന് പറയുമ്പോൾ അടുക്കളയിലെ ആകൃതികൾ. നമ്മൾ 1ാം ക്ലാസ്സിൽ ഏതൊക്കെ ഏതൊക്കെ ഷേപ്സുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ട്രയാങ്കിൾ ആണല്ലേ? എത്ര ലൈൻസ് ആണുള്ളത് ട്രയാങ്കിളിന്? 3 ലൈൻസ് ആണല്ലേ? 3 ലൈൻസ് ജോയിൻ ചെയ്ത് വരുന്ന ആ ഒരു ഷേപ്സിനെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അതിലും നമ്മൾ ഷേപ്സ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നൊരു ഷേപ്സ് ഷേപ്പ് ഏതാണ്? ട്രയാങ്കിൾ ആണല്ലേ? 3 ലൈൻസ് ജോയിൻ ചെയ്ത് വരുന്ന ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് റെക്റ്റാങ്കിളിനെ കുറിച്ച് പഠിക്കാം അല്ലേ? ഹൗ മെനി സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ? യെസ്, 4 സൈഡ്സ് ആണല്ലേ ഉള്ളത്. 4 ലൈൻസ് ജോയിൻ ചെയ്ത് വരുന്ന ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ഇതും നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണല്ലേ? ഓർക്കുന്നില്ലേ കൂട്ടുകാരെ? അതുപോലെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ഷേപ്സും കൂടെ പഠിക്കാനുണ്ടല്ലേ? ഒരു ഷേപ്പ് കൂടെ പഠിക്കാനുണ്ട്. ഏതാണത്? അതെ, സ്ക്വയർ ആണല്ലേ? അടുത്ത ഷേപ്പ് ഏതാ വരുന്നത്? സ്ക്വയർ ആണ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ സ്ക്വയർ? എങ്ങനെയാണ്? സ്ക്വയറിനും 4 സൈഡ്സ് ആണുള്ളത്, പക്ഷേ 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള നീളമായിരിക്കും അല്ലേ? ഈക്വൽ ആയിട്ടുള്ള 4 സൈഡ്സ് ഉള്ള ആ ഒരു ഷേപ്സിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. ലാസ്റ്റ് 1 വരുന്നത് ഏതാണ്? റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. അത് ഏതാണ്? സർക്കിൾ ആണല്ലേ? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ സർക്കിൾ? അതെ, സർക്കിൾ ഇൻ റൗണ്ട് ഷേപ്പ്. സർക്കിൾ എങ്ങനെയാണ്? റൗണ്ട് ഷേപ്പിലാണല്ലേ? സർക്കിൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു ഷേപ്സും കൂടെയാണല്ലേ? അപ്പോൾ ഇത്രയും 4 ഷേപ്സ് ആണ്. ഏതൊക്കെയാണ്? റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ ആൻഡ് സർക്കിൾ. ഇത്രയുമാണ് നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഷേപ്സുകൾ. അപ്പോൾ ഇനി നമുക്ക് 2ാം ക്ലാസ്സിൽ ഇതിലും കൂടുതലായിട്ട് ഷേപ്സുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാം റെഡി അല്ലേ? നമുക്ക് നോക്കാം അല്ലേ ഏതൊക്കെയാണ് ആ ഷേപ്സ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണല്ലേ ഷേപ്സ്. നമുക്കത് ചിത്രം വരച്ച് മനസ്സിലാക്കി പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഷേപ്സുകളുടെ ഫോട്ടോയാണ് പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. എത്ര ഷേപ്സ് ഉണ്ട്? ഹൗ മെനി ഷേപ്സ് ആർ ദർ? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4. അപ്പോൾ നമുക്ക് പുതുതായിട്ട് 4 ഷേപ്സുകളാണ് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണ്? റെക്റ്റാങ്കുലർ ബ്ലോക്ക്, ക്യൂബോയിഡ്, റെക്റ്റാങ്കുലർ പ്രിസം എന്നിങ്ങനെ 3 പേരുകളിലായിട്ടാണ് ഈ ഒരു പിക്ചർ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ നോക്കൂ, ക്യൂബ് ആൻഡ് സിലിണ്ടർ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ട്രയാങ്കുലർ പ്രിസം.
അപ്പോൾ ഇത്രയും ഷേപ്സുകളാണ് നമുക്ക് പുതുതായിട്ട് 2ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ടീച്ചർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ഷേപ്പ് വരുന്നത്, പുതിയ ഷേപ്സുകളാണ്. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടല്ലേ എല്ലാ ഷേപ്സിനെ കുറിച്ചും. അതിൻ്റെ നെയിം വരെ ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ നിന്ന് എന്തൊക്കെ ഡിഫറൻസ് ആണ് ഇതിനുള്ളത്, എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെ പഠിക്കാം കേട്ടോ. ഞാൻ ടീച്ചർ ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഷേപ്സിനെ കുറിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് നേരെ ടെക്സ്റ്റ് ബുക്കിലോട്ട് തിരിച്ചു വരാം കേട്ടോ. ഇനി പേജ് നമ്പർ 10 എടുത്തോളൂ. അതിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണല്ലേ ഫസ്റ്റ് തന്നെ വരുന്നത്. എന്താണ് ക്വസ്റ്റ്യന്? വാട്ട് ഓൾ തിങ്സ് ഡു യു സീ ഇൻ ദ കിച്ചൺ? ആർ ഓൾ ഓഫ് ദം ഓഫ് ദ സെയിം ഷേപ്പ്? എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്തിന് നമ്മളൊരു കിച്ചണിൻ്റെ പിക്ചറാണല്ലേ കണ്ടത്. ആ ഒരു പിക്ചറിൽ കിച്ചണിലെ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എല്ലാ സാധനങ്ങളും ഒരേ ഷേപ്പാണോ, സെയിം ഷേപ്പാണോ എന്നാണ് ചോദിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. എന്താണ് നമ്മൾ ആ കിച്ചണിൽ എന്തൊക്കെ സാധനങ്ങളാണ് കണ്ടത്? എന്തൊക്കെ കണ്ടു? പ്ലേറ്റ്സ് കണ്ടു, ഗ്ലാസസ് കണ്ടു, അതുപോലെ സ്പൂണ്, അങ്ങനെ ഒത്തിരി കിച്ചണിലുള്ള ജഗ്, ഗ്ലാസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. നമ്മുടെ വീട്ടിലെ കിച്ചണിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിലെ കിച്ചണിലൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത്? അതേ, ഗ്ലാസ് ഉണ്ട്, പ്ലേറ്റ് ഉണ്ട്, സ്പൂണുണ്ട്, അതുപോലെ ജഗ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. അതുപോലെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള പിക്ചറിലുള്ളതല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന് എല്ലാ ഷേപ്സും, അതായത് ആ കണ്ടിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം ഒരേ ഷേപ്പാണോ എന്നാണ്. ഒരേ ഷേപ്പാണോ? ഗ്ലാസിൻ്റെ ഷേപ്പാണോ പ്ലേറ്റിനുള്ളത്? പ്ലേറ്റിൻ്റെ ഷേപ്പാണോ സ്പൂണിനുള്ളത്? അല്ല അല്ലേ, ഡിഫറെൻറ്റ് ഷേപ്സുകളാണല്ലേ ഉള്ളത്. ഇനി അവിടെ താഴെ നോക്കൂ, 3 ഷേപ്സുകളുടെ പിക്ചർ കാണുന്നുണ്ടല്ലേ. ടീച്ചർ ഓൾറെഡി കാണിച്ചു തന്ന പിക്ചേഴ്സാണ്. ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്, 3 കളേഴ്സിലായിട്ട് 3 ഷേപ്സുകളുണ്ടല്ലേ അവിടെ. ഈ ഷേപ്സിൻ്റെ പേരുകൾ മിസ് നേരത്തെ പറഞ്ഞു തന്നൂല്ലേ. ആ ബ്ലൂ കളറിലുള്ള ഷേപ്പ് ഏതാണ്? റെക്റ്റാങ്കുലർ ബ്ലോക്ക്, ക്യൂബോയിഡ്, അങ്ങനെ 2 പേരിൽ അറിയപ്പെടുന്നതാണല്ലേ. ആൻഡ് ദ സെക്കൻഡ് വൺ ഏതാ? ഗ്രീൻ കളറിലുള്ളത് സിലിണ്ടർ ആണല്ലേ. ആൻഡ് ദ ലാസ്റ്റ് വൺ റെഡ് ഇൻ കളറിലാണുള്ളത്. അത് ഏത് ഷേപ്പാണ്? ട്രയാങ്കുലർ പ്രിസം ആണല്ലേ. ഇനി അവിടെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം അല്ലേ. മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ ബ്ലാക്ക് ഡോട്ട്. അതായത് എന്താ അവിടെ പറയുന്നത്? ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ഷേപ്സിലുള്ള കിച്ചണിലുള്ള വസ്തുക്കളെ ഒരു ബ്ലാക്ക് ഡോട്ടേറ്റ് മാർക്ക് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ ടിക്ക്. ഒരു ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് സിലിണ്ടറിൻ്റെ ഷേപ്പിലുള്ള കിച്ചണിലെ വസ്തുക്കൾക്ക്. ആൻഡ് മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ ക്രോസ്. അതുപോലെ ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ ഷേപ്പിലുള്ള കിച്ചണിലെ വസ്തുക്കളെ ഒരു ക്രോസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂട്ടുകാർ വേഗം ടെക്സ്റ്റ് ബുക്കിൽ പോയി ചെയ്തോളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് അതർ ഷേപ്സ് ആർ ദെയർ? വേറെ ഏതൊക്കെ ഷേപ്സാണ് ആ ഒരു കിച്ചണിലെ വസ്തുക്കൾക്കുള്ളത് എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ഷേപ്സ്? അവിടെ ആ ഒരു ബോക്സിൽ 2 ഷേപ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് റെക്റ്റാങ്കുലർ ബ്ലോക്കാണ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സിലിണ്ടർ ആണല്ലേ. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കും സിലിണ്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് കൂട്ടുകാരെ അവ തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് ജസ്റ്റ് ആ പിക്ചറിലോട്ട് നോക്കൂ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വ്യത്യാസങ്ങൾ പറയാം. ഫസ്റ്റ് വണ്ണ് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്, ദെൻ സെക്കൻഡ് വണ്ണ് സിലിണ്ടർ ആണല്ലേ. റെക്റ്റാങ്കുലർ ഫുൾ ഓഫ് റെക്റ്റാങ്കിൾസ് ആണല്ലേ അതിൽ. പിന്നെ അതുപോലെ അതിനെന്താണ്? ഉയരം കുറവാണല്ലേ, നീളം കുറവാണല്ലേ. പിന്നെ സിലിണ്ടർ വന്നത് സർക്കിളും റെക്റ്റാങ്കിളും കൂടെ. നെക്സ്റ്റ് വൺ ഏതാണ്? ആ ഗ്രീൻ കളറിലുള്ള ഷേപ്പ് ഏതാണ്? സിലിണ്ടറാണ്. സിലിണ്ടർ സർക്കിൾ വിത്ത് റെക്റ്റാങ്കുലർ ഷേപ്പാണല്ലേ. അതുപോലെ അതിന് കുറച്ച് ഉയരം കൂടുതലാണ്. അങ്ങനെ കൊച്ചു വ്യത്യാസങ്ങളാണല്ലേ അവ തമ്മിലുള്ളത്. ഇനി താഴെ നോക്കൂ. 2 കുട്ടികൾ തമ്മിൽ സംസാരിക്കുകയാണല്ലേ. 2 കുട്ടികളുണ്ട് അവിടെ. അതുപോലെ ഒരു ക്യാറ്റ് ഉണ്ട്, ഒരു റാറ്റ് ഉണ്ട്, കുറച്ച് പാത്രങ്ങളുണ്ടല്ലേ. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം അല്ലേ. ആ ബോയ് പറയുന്നത് നോക്കൂ. സി എ മൗസ്. അതാ ഒരു എലി അത് പോകുന്നു എന്ന് പറയുകയാണല്ലേ. ഹോ നോ ദ പ്ലേറ്റ്സ് ദ കപ്സ് എന്ന് പറയുകയാണല്ലേ ആ ഒരു ഗേള്. The cat ran out knocking
ഓവർ എവരിത്തിങ് നമിത് ഫോളോഡ് ദ ക്യാറ്റ്. ക്യാറ്റ് എന്ത് ചെയ്യാണ്? എല്ലാ പാത്രങ്ങളും തട്ടിമറിച്ചിട്ട് ഓടുകയാണല്ലേ. നമിത് ആരെ ഫോളോ ചെയ്യുന്നുണ്ട്? ക്യാറ്റിനെ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ. നോക്കിംഗ് എന്ന് വെച്ചാൽ എന്താ? തട്ടിമറിച്ചിടുക. ഓവർ എവരിത്തിങ് എല്ലാതും, എല്ലാ വസ്തുക്കളും തട്ടിമറിച്ചിട്ട് ഓടുകയാണല്ലേ. അതാണ് കേട്ടോ അതിൻ്റെ മീനിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം കേട്ടോ. മൗസ് ആൻഡ് ക്യാറ്റ്. മൗസ് ആൻഡ് ക്യാറ്റ് എന്ന് വെച്ചാൽ ആരൊക്കെയാണ്? പൂച്ചയും എലിയുമാണല്ലേ. അവിടെ താഴെ 3 ചിത്രങ്ങളിലായിട്ട് പൂച്ചയും എലിയും ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടല്ലേ. ആ 3 ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് വണ്ണ് സിലിണ്ടർ ഷേപ്പിലുള്ളതാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ഷേപ്പിലുള്ളതാണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ ഷേപ്പിലുള്ളതാണല്ലേ. അതിലൂടെ ക്യാറ്റ് ആൻഡ് മൗസ് പാസ് ചെയ്ത് പോകുന്നുണ്ടല്ലേ. ഇനി അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം അല്ലേ. വിൽ ദ ക്യാറ്റ് ക്യാച്ച് ദ മൗസ്? എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യന്? ആ ഒരു ക്യാറ്റ് മൗസിനെ ക്യാച്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ പിടിക്കുമോ എന്നാണല്ലേ ചോദിക്കുന്നത്. പിന്നെന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നമിത്, നിഹാര ആൻഡ് ദെയർ ഫ്രണ്ട്സ് ക്രെപ്റ്റ് ത്രൂ ദ ഹോൾസ് ലൈക്ക് ദ ക്യാറ്റ് ഡിഡ്. നമിതും നിഹാരയും ആൻഡ് ദെയർ ഫ്രണ്ട്സ്, അവരുടെ ഫ്രണ്ട്സും ക്രെപ്റ്റ് എന്ന് വെച്ചാൽ നുഴഞ്ഞു പോകുക. ത്രൂ ദ ഹോൾസ്, ആ ഒരു ദൂരത്തിലൂടെ. ഹോൾസ് എന്ന് വെച്ചാൽ ദൂരത്തിലൂടെ. ലൈക്ക് ദ ക്യാറ്റ് ഡിഡ്, ക്യാറ്റ് പോയതുപോലെ ആ ഒരു ദൂരത്തിലൂടെ ആരൊക്കെയാണ് പോകുന്നത്? നമിത്, നിഹാര ആൻഡ് ദെയർ ഫ്രണ്ട്സ്. പിന്നെ അവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഷേപ്പ് ഈസ് ഈസിയർ ടു ക്രീപ്പ് ത്രൂ? ഏത് ഷേപ്പിലൂടെയാണ് ഈസി ആയിട്ട് നുഴഞ്ഞു പോകാൻ അവർക്ക് സാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നതല്ലേ. ഏത് ഷേപ്പിലൂടെ ആയിരിക്കും അവർക്ക് ഈസി ആയിട്ട് പോകാൻ കഴിയുന്നത്? അപ്പോൾ ഏതാണ് ഏറ്റവും ഈസി ആയിട്ട് നുഴഞ്ഞു പോകാൻ പറ്റിയ ഏത് ഷേപ്പാണ് ഇതിലുള്ളത്? ഫസ്റ്റ് വണ്ണാണ്. ആ ബ്ലൂ കളറിലുള്ള സിലിണ്ടർ ഷേപ്പിലൂടെയാണ് പെട്ടെന്ന് നുഴഞ്ഞു പോകാനായിട്ട് സാധിക്കുക. ഒന്നുകൂടെ എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന ഒരു ഷേപ്പ് അതിലില്ല. അത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഷേപ്പ് ഏതാണ്? ഈ ഒരു സെക്കൻഡ് വണ്ണായിട്ടുള്ള റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. ഏറ്റവും ടഫായിട്ട് ഏത് ഷേപ്പിലൂടെയാണ് നുഴഞ്ഞു പോകാൻ പറ്റുക? അത് ലാസ്റ്റ് വണ്ണായിട്ടുള്ള ട്രയാങ്കുലർ പ്രിസത്തിൻ്റെ ഷേപ്പിലുള്ള ആ ഒരു വസ്തുവിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഏത് ഷേപ്പിലൂടെയാണ് നുഴഞ്ഞു പോകാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ എന്താ സിമ്പിളായിട്ട് ആൻസർ പറയേണ്ടത്? സിലിണ്ടർ ഷേപ്പ് ഫസ്റ്റ് വണ്ണാണല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പേജിൽ പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, നെക്സ്റ്റ് പേജ് നോക്കൂ. ലെറ്റ്സ് അറേഞ്ച് ദ ഡിഷസ്. എന്താണ് ഡിഷസ് അറേഞ്ച് ചെയ്യുക അല്ലേ. ഡിഷസ് എന്ന് വെച്ചാൽ എന്താ? പാത്രങ്ങളാണല്ലേ. സി ഹൗ നിഹാര ആൻഡ് നമിത് അറേഞ്ച്ഡ് ദ ഡിഷസ്. നോക്കൂ എങ്ങനെയാണ് നിഹാരയും നമിതും ഡിഷസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് നോക്കൂ. അവിടെ ഒരുപാട് ഡിഷസ് ഉണ്ടല്ലേ. അവിടെ ഇങ്ങനെ ഒരേ സെയിം ഷേപ്പിലുള്ളതൊക്കെ ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഷേപ്സിലുള്ളതൊക്കെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പ്ലേറ്റ്സും ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ. ഇൻ യുവർ കിച്ചൺ ഓൾസോ ദർ ആർ ഓൾ കൈൻഡ്സ് ഓഫ് ഡിഷസ്. നിങ്ങളുടെ കിച്ചണിലും ഇതുപോലെയുള്ള ഡിഷസ് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? അറേഞ്ച് ദം ലൈക്ക് ദിസ്. അവയെല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്യൂ. ദോസ് ഓഫ് ദ സെയിം ഷേപ്പ് ടുഗെദർ. ഒരു സെയിം ഷേപ്പിലുള്ളത് ഒന്നിച്ച് അറേഞ്ച് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പോയിട്ട് ഡിഷസൊക്കെ എടുത്തിട്ട് സെയിം ഷേപ്പിലുള്ള മീഡിയം ഷേപ്പിലുള്ളതൊക്കെ ഒന്നിച്ച് വെക്കുക, ലാർജ് ഷേപ്പിലുള്ളതൊക്കെ ഒന്നിച്ച് വെക്കുക, കപ്പുകളൊക്കെ ഒരേ ഷേപ്പിലുള്ള ഒന്നിച്ച് വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെയാണ് ഷേപ്സ് എന്നും എങ്ങനെയാണ് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കണേ. ഇനി നെക്സ്റ്റ് പേജിൽ നോക്കൂ. ഒരു പിക്ചർ കാണുന്നുണ്ടല്ലേ. ഒരു ടേബിളിൽ കുറച്ച് ഡിഷസ് ഒക്കെ ഇരിക്കുന്ന ഒരു ചിത്രം കാണുന്നുണ്ട്. സീ ദ തിങ്സ് ഇൻ. എന്തൊക്കെ സാധനങ്ങളാണ് അതിലുള്ളത്? വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഈച്ച്. ഈ ഓരോ വസ്തുവിൻ്റെയും ഷേപ്പ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അവിടെ നോക്കൂ ഏതൊക്കെ ഷേപ്സിലാണ് അവിടെ ഡിഷസ് ഒരുക്കി വെച്ചിട്ടുള്ളത്. പ്ലേറ്റുകളൊക്കെ സർക്കിളാണല്ലേ. സർക്കിൾ ഷേപ്പിലുള്ള പ്ലേറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ട്രയാങ്കുലർ ഷേപ്പിലുള്ളതുണ്ട്, റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ളതുണ്ട്. അതുപോലെ തന്നെ ബിഗ്ഗസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് പ്ലേറ്റ്സൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെക്റ്റാങ്കുലർ ബ്ലോക്കിലുള്ള ഡിഷസും അവിടെ ഉണ്ട്. എല്ലാം അവിടെ ഒതുക്കി അടുക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇനി നമ്മളോടൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ ഉണ്ട് ആ ക്വസ്റ്റ്യന്. വിച്ച് ഷേപ്പ് ഡു യു സീ ദ മോസ്റ്റ്? പുട്ട് എ ടിക്ക് മാർക്ക്. ഏത് ഷേപ്പാണ് നിങ്ങളവിടെ കൂടുതലായിട്ട് കണ്ടത്? അതിനൊരു ടിക്ക് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഏത് ഷേപ്പാണ് അവിടെ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്? അപ്പോൾ നോക്കൂ ഏത് ഷേപ്പാണ് അവിടെ മോസ്റ്റ് ഉള്ളത്? അവിടെ താഴെ ഏതൊക്കെ ഷേപ്സാണ് കൊടുത്തിട്ടുള്ളത്? റെക്റ്റാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്. അപ്പോൾ ഏതാണ് മോസ്റ്റ് ഓഫ്?
നമ്മൾ ആ ഒരു മുകളിൽ കണ്ടിട്ടുള്ള ഡിഷസിൽ ഏതാണ് ഡിഷസ്, അതായത് ആ ഒരു പാത്രങ്ങളിൽ ഏത് ഷേപ്സാണ് കൂടുതലുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താഴെ ഒരു പിങ്ക് ബോക്സിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് ഷേപ്പാണ് ഇവിടെ മോസ്റ്റ് ആയിട്ടുള്ളതെന്നല്ലേ. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് വായിക്കാം. നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ്, അതേത് ഷേപ്പാണ്, റെക്റ്റാങ്കിൾ ആണല്ലേ. നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, അതേത് ഷേപ്പാണ്, ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിലുള്ള ഷേപ്പുകളുടെ നമ്പർ എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് വണ്ണ് പറഞ്ഞത് എന്താ, റെക്റ്റാങ്കിളിലുള്ള ഷേപ്പുകളുടെ നമ്പർ എഴുതാൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ്. ഇത് ഏത് ഷേപ്പാണ്, സർക്കിൾ ആണല്ലേ. അപ്പോൾ സർക്കിളിലുള്ള ഷേപ്പുകളുടെ നമ്പറും എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കതൊന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതി നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കൂ, റെക്റ്റാങ്കിളിൻ്റെ ആകൃതിയിലുള്ള ഷേപ്പിലുള്ള എത്ര ഡിഷാണ് ആ ഒരു ടേബിളിലുള്ളത്. ആ ഒരു പ്ലേറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു ക്രീം കളറിലുള്ള ഒരു പിക്ചർ കണ്ടോ, ഒരു ട്രേ കണ്ടോ, അത് മാത്രമാണല്ലേ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ബോക്സിൽ എന്തെഴുതാം, ഫസ്റ്റ് ഫില്ല് ചെയ്യാനുള്ളടത്ത് എന്തെഴുതാം, 1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളത് 1 ആണല്ലേ. ഇനി നെക്സ്റ്റ് നോക്കൂ, നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ്, അതായത് ട്രയാങ്കിളിൻ്റെ ഷേപ്പിലുള്ള എത്ര ഡിഷസ് ആണ് അവിടെ ഉള്ളതെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്. ട്രയാങ്കിളിൻ്റെ ഷേപ്പിലുള്ള ഡിഷസ് നോക്കൂ, ആ ഒരു പ്ലേറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ട്രയാങ്കിളിൻ്റെ ഷേപ്പിലുള്ള ഡിഷസ് കാണുന്നുണ്ടല്ലേ. ഹൗ മെനി ഓഫ് ദാറ്റ്, കൗണ്ട് ചെയ്ത് നോക്കൂ, 1 2 3 4 ആണല്ലേ. അപ്പോൾ നമുക്ക് അവിടെ നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ്, അതായത് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൻ്റെ അവിടെ നമ്പറിൽ ഫില്ല് ചെയ്യാനുള്ളിടത്ത് നമുക്ക് 4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 4 എന്ന് എഴുതണേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ്, അത് തേർഡ് ക്വസ്റ്റ്യൻ ആണേ. അത് ഏത് ഷേപ്പാണ്, സർക്കിൾ ആണല്ലേ. സർക്കിളിലുള്ള എത്ര ഡിഷസ് ആണ് ആ ഒരു ടേബിളിൻ്റെ മുകളിലുള്ളത്, ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ കൂട്ടുകാരെ. അപ്പോൾ നോക്കൂ, ആ ടേബിളിൻ്റെ മുകളിൽ എത്ര പ്ലേറ്റ്സ് ആണ് റൗണ്ട് ഷേപ്പിലുള്ളത്, സർക്കിൾ ഷേപ്പിലുള്ളത്. 1 2 3 5 പ്ലേറ്റ്സും അതുപോലെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 കപ്സും ഉണ്ടല്ലേ, അതും സർക്കിൾ റൗണ്ട് ഷേപ്പാണല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 8 ആണല്ലേ. 5 + 3 8 ആണല്ലേ. അപ്പോൾ അവിടെ ആ ഒരു നമ്പർ ഓഫ് ഡിഷ് ഓഫ് ദിസ് ഷേപ്പ്, റൗണ്ട് ഷേപ്പ് സർക്കിൾ ഷേപ്പിൻ്റെ ഭാഗത്ത് ഫില്ല് ചെയ്യാനുള്ള കോളത്തിൽ 8 എന്ന നമ്പർ എഴുതണേ. അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് മുകളിൽ ആ ഒരു പിങ്ക് ബോക്സിൻ്റെ മുകളിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തൂടെ. വിച്ച് ഷേപ്പ് ഡു യു സീ ദ മോസ്റ്റ്, ഏത് ഷേപ്പാണ് നമ്മൾ മോസ്റ്റായിട്ട് അധികമായിട്ട് ഇവിടെ കണ്ടത്. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളത് 1, ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് 4, സർക്കിൾ ഷേപ്പിലുള്ളത് 8. അപ്പോൾ നമുക്ക് സർക്കിൾ ആണല്ലേ. അപ്പോൾ അവിടെ ടിക്ക് ചെയ്തോളൂ കേട്ടോ, സർക്കിൾ ഷേപ്പിൻ്റെ നേരെയായിട്ട് ടിക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി താഴെ നോക്കൂ, ഒരു റെക്റ്റാങ്കിളിൻ്റെയും ട്രയാങ്കിളിൻ്റെയും ചിത്രം കാണുന്നുണ്ടല്ലേ. റെക്റ്റാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ, ആർ ദർ എനി വിത്ത് ബോത്ത് ദിസ് ഷേപ്സ് ടുഗെദർ. അതായത് ഈ ഒരു റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഒന്നിച്ച് വന്നിട്ടുള്ള ഒരു ഷേപ്സ് ഉണ്ടോ എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതിന് താഴെയുള്ള ബോക്സിൽ ഡ്രോ എ പിക്ചർ ജോയിനിങ് 2 ഷേപ്സ്. ഏതൊക്കെയാണ് ആ 2 ഷേപ്സ്, റെക്റ്റാങ്കിളും ട്രയാങ്കിളും ജോയിൻ ചെയ്തിട്ടുള്ള 2 ഷേപ്സും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പിക്ചർ ഡ്രോ എന്ന് വെച്ചാൽ എന്താ, വരക്കാനായിട്ടാണല്ലേ വർക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്ത് നോക്കണേ കൂട്ടുകാരെ. ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണണേ. ലാസ്റ്റ് ഭാഗത്ത് ടീച്ചർ വർക്കിനുള്ള ആൻസറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. അറ്റ് ദ ബേക്കറി ആഫ്റ്റർ പ്ലേയിങ് ദേ വെൻറ്റ് ടു ദെയർ ഫാദേഴ്സ് ബേക്കറി സീ ഹൗ ദ തിങ്സ് ആർ അറേഞ്ച്ഡ്. എന്താണ് പറയുന്നത്, അവർ കളി കഴിഞ്ഞിട്ട് അവർ പോയി, എവിടെയൊക്കെ പോയത്, അവരുടെ ഫാദേഴ്സ് ബേക്കറി, അച്ഛൻ്റെ ബേക്കറിയിലോട്ട് പോയി. സീ ഹൗ ദ തിങ്സ് ആർ അറേഞ്ച്ഡ്, അവിടെയുള്ള വസ്തുക്കളൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മളോട് നോക്കാൻ പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരു കബോർഡിൽ ഒരുപാട് വസ്തുക്കൾ, തിങ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നോക്കൂ, അതൊന്ന് ശരിക്കും നോക്കി നോക്കൂ കൂട്ടുകാരെ. അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയുള്ള ഷേപ്സിലുള്ളതാണ്, റൗണ്ട് ഷേപ്പിലുള്ളതുണ്ട്, സിലിണ്ടറിലുള്ളതുണ്ട്, സിലിണ്ടർ ഷേപ്സിലുള്ളതുണ്ട്, അതുപോലെ റെക്റ്റാങ്കുലർ ബ്ലോക്കിലുള്ള ബിസ്ക്കറ്റും പാക്കറ്റ്സ്, അങ്ങനെ എല്ലാം, കേക്ക് എല്ലാം ഉണ്ടല്ലേ. അതിനെല്ലാം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഷേപ്സും വരുന്നുണ്ടല്ലേ. റൗണ്ട്, സിലിണ്ടർ ഷേപ്സ്, റെക്റ്റാങ്കുലർ ബ്ലോക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലേ. ഇനിയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ വരുന്നത്. താഴെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതൊന്ന് നമുക്ക് വായിച്ച് നോക്കാം അല്ലേ. ഹൗ മെനി ഓഫ് ആർ ദിസ് ഷേപ്പ്, അത് ഏത് ഷേപ്പാണ്, റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആണല്ലേ. റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ഷേപ്പിലുള്ള എത്ര വസ്തുക്കളാണ് ആ ഒരു കബോർഡിൻ്റെ ഉള്ളിലുള്ളത്.
നോക്കൂ, ബിസ്ക്കറ്റിൻ്റെ ഷേപ്പാണല്ലേ ഈ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക്. അതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 3 + 3 + 2 എത്രയാണ്? 3 + 3 6, 6 + 2 8 ആണല്ലേ. അപ്പോൾ അവിടെ 8 എന്ന് എഴുതണേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ആർ ഓഫ് ദിസ് ഷേപ്പ്? അത് ഏത് ഷേപ്പാണ്? സിലിണ്ടർ ആണല്ലേ. സിലിണ്ടറിൻ്റെ ഷേപ്പിലുള്ള എത്ര വസ്തുക്കളാണ് ആ ഒരു കബോർഡിൽ ഉള്ളത് എന്നാണ് ചോദ്യം. നെക്സ്റ്റ് ചോദ്യം. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം അല്ലേ, എത്ര എണ്ണമാണ് അവിടെ ഉള്ളത് ആ ഒരു സിലിണ്ടർ ഷേപ്പിലുള്ളതെന്ന്. 4 + 3 + 2 + 1 എത്രയാണ്? കൗണ്ട് ചെയ്ത് നോക്കൂ കൂട്ടുകാരെ, അതൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. 10 ആണല്ലേ ആൻസർ. അപ്പോൾ അവിടെ 10 എന്ന് എഴുതിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി താഴെയുള്ളത് നോക്കൂ. സി ദ സ്റ്റാക്ക് ഓഫ് ഡംപ്ലിങ്സ്. ആ ഡംപ്ലിങ്സിൻ്റെ സ്റ്റാക്സ് കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഡംപ്ലിങ്സ്? ഡംപ്ലിങ്സ് എന്ന് വെച്ചാൽ കൊഴുക്കട്ടയാണല്ലേ. വൈറ്റ് കളറിൽ ഉള്ളിൽ ശർക്കരയൊക്കെ വരുന്ന ഒരു മധുര പലഹാരമാണല്ലേ. ഡ്രോ 5 more ഇൻ ദിസ് പിക്ചർ. ഈ ഒരു പിക്ചറിൽ 5 more, അതായത് ഒരു 5 എണ്ണം കൂടെ നമ്മളോട് ഡംപ്ലിങ്സ് ആഡ് ചെയ്യാനായിട്ട് പറയാണല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി 10 ഡംപ്ലിങ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 5ഉം കൂടെ ആഡ് ചെയ്ത് ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യണേ കൂട്ടുകാരെ. ഇനി താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ഡംപ്ലിങ്സ് നൗ? അതായത് നമ്മൾ 5 ഡംപ്ലിങ്സും കൂടെ ഈ ഒരു 10 ഓൾറെഡി 10 ഡംപ്ലിങ്സ് അവിടെ ഉണ്ട്. അതിലോട്ട് നമ്മളൊരു 5 ഡംപ്ലിങ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 10 + 5. 10 + 5 എത്രയാണ്? 15 ആണല്ലേ. അപ്പോൾ ആ ഹൗ മെനി ഡംപ്ലിങ്സ് നൗ, ഇപ്പോൾ എത്ര ഡംപ്ലിങ്സ് ആണുള്ളത് എന്ന ആ ഒരു ക്വസ്റ്റ്യൻ്റെ ബോക്സിനകത്ത് 15 എന്ന് എഴുതണേ. നെക്സ്റ്റ് നോക്കൂ. ഹൗ മെനി കേക്ക്സ് ആർ ഇൻ ദ ഷെൽഫ്? ആ ഒരു ബേക്കറിയിലെ ഷെൽഫ് നമ്മൾ ഫസ്റ്റ് കണ്ടൂലേ, ആ ഒരു ഷെൽഫിൽ എത്ര കേക്ക്സ് ആണ് ഉള്ളത് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കത് കൗണ്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് പിക്ചർ തന്നെ കേക്കിൻ്റെ പിക്ചറാണ്. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. മുകളിൽ 3 കേക്ക്സ് ഉണ്ട്. അതിന് താഴെ 1 2 3 4 കേക്ക്സ് ഉണ്ട്. 3 + 4 എത്രയാണ്? 7 ആണല്ലേ. ഓക്കെ, ഇനി അതിന് താഴെയോ 1 2 3 4 5 7 + 5 എത്രയാണ്? 12 ആണല്ലേ. അപ്പോൾ 12 കേക്ക്സ് ആണല്ലേ ഉള്ളത്. അപ്പോൾ 12 എന്ന് ആ ഒരു ബോക്സിൽ എഴുതി കൊടുക്കണേ. അപ്പോൾ ഹൗ മെനി ഡംപ്ലിങ്സ് നൗ എന്നുള്ളിടത്ത് 15 ആൻഡ് ഹൗ മെനി കേക്ക്സ് ആർ ദർ ഇൻ ദ ഷെൽഫ് എന്നുള്ളിടത്ത് 12 1 2. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി മോർ കേക്ക്സ് ആർ നീഡഡ് ടു ഹാവ് ദ സെയിം നമ്പർ ഓഫ് കേക്ക്സ് ആൻഡ് ഡംപ്ലിങ്സ്? അപ്പോൾ 15 ഡംപ്ലിങ്സും 12 കേക്ക്സും ആണ്. അപ്പോൾ സെയിം നമ്പർ ഓഫ് ഡംപ്ലിങ്സ് 15 ആവാൻ ഇനി എത്ര നമ്പർ ഓഫ് കേക്ക്സ് ആണ് അവിടെ ആഡ് ചെയ്യേണ്ടത്? 12 + 3 ആണ് 15. അപ്പോൾ 3 കേക്ക്സും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം നമ്പർ ഓഫ് ഡംപ്ലിങ്സ് ആൻഡ് കേക്ക്സ് നമുക്ക് കിട്ടൂലേ. അപ്പോൾ നമ്മൾ അവിടെ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 2 ആണല്ലേ. 2 അല്ല 3 ആണല്ലേ. 12 + 3 15. അപ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതേണ്ടത്? 3 more cakes are needed to have the same number of cake and dumplings. അങ്ങനെയാണ് കേട്ടോ ആൻസർ വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. സീ ദ പിക്ചേഴ്സ് Namit and Nihara have drawn using different shapes. Give the same color of similar shapes and make them more beautiful. എന്താണ് നമ്മളിവിടെ ഒരുപാട് ചിത്രങ്ങൾ കാണുന്നുണ്ടല്ലേ. ഇത് നമിത് ആൻഡ് നിഹാര വരച്ചതാണ് യൂസിങ് ഡിഫറെൻറ്റ് ഷേപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമിത്തും നിഹാരയും വരച്ച ചിത്രങ്ങളാണ് ഇവ. ഇനി നമ്മളോട് എന്താ പറയുന്നത്? ഗിവ് ദ സെയിം കളർ ടു ദ സിമിലർ ഷേപ്പ് ആൻഡ് മേക്ക് ദം മോർ ബ്യൂട്ടിഫുൾ. ആ ഒരു ചിത്രത്തിന് സെയിം ഷേപ്പിലുള്ളതിന് സെയിം കളർ കൊടുക്കുക. അതായത് ഒരേ ഷേപ്പിലുള്ള പിക്ചേഴ്സിനൊക്കെ ഒരേ കളർ. ഇപ്പോൾ അതിൽ ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്. അപ്പോൾ സർക്കിളിനൊക്കെ റെഡ് കളറായിട്ടും അതുപോലെ ട്രയാങ്കിളിനൊക്കെ ബ്ലൂ കളറായിട്ടും അല്ലെങ്കിൽ ബ്ലൂ ഏത് കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ്, പിന്നെ അതുപോലെ സ്ക്വയറിനൊക്കെ പിങ്ക് കളറായിട്ടും അങ്ങനെ സെയിം ഷേപ്പിന് സെയിം കളറ് അങ്ങനെ കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അത് മോർ ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ, വളരെ ഭംഗിയോടുകൂടി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു വർക്കാണ്. നമുക്ക് ആ ഒരു ഷേപ്സിനെ കുറിച്ചൊക്കെ നല്ലൊരു വ്യക്തത കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ കളർ ചെയ്യാൻ കഴിയുകയും ചെയ്യൂലേ. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് തന്നെ ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. ഷേപ്സ് ബൈ ജോയിനിങ് ഡോട്ട്സ്. ഷേപ്സുകൾ നമ്മൾ ഡോട്ട്സ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുകയാണല്ലേ. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻഡ് ടു മേക്ക് ഈച്ച് ഷേപ്പ്? റൈറ്റ് ദ നമ്പർ. എത്ര ഡോട്ട്സുകൾ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ഷേപ്സും കിട്ടുന്നത് എന്ന്, അതായത് ആ ഒരു ഡോട്ട്സിൻ്റെ നമ്പർ എഴുതാനാണല്ലേ. ഹൗ മെനി ഡോട്ട്സ് ആർ, എത്ര ഡോട്ട്സ് ജോയിൻ ചെയ്യുന്നുണ്ട് എന്നൊരു നമ്പർ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഏതൊക്കെ ഷേപ്പാണ്? ആ ഒരു ഡോട്ട്സിൻ്റെ സെൻട്രലായിട്ട് 3 ഷേപ്സ് കാണുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? റെക്റ്റാങ്കുലാർ ഉണ്ട്, ട്രയാങ്കിൾ
ഉണ്ട്, സർക്കിൾ ഉണ്ടല്ലേ. ഇനി റെക്റ്റാങ്കുലാർ എത്ര ഡോട്ട്സ് യോജിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്നൊന്ന് എണ്ണി നോക്കൂ. ലെറ്റ്സ് കൗണ്ട്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഫസ്റ്റ് തന്നെ റെക്റ്റാങ്കുലറിൻ്റെ ബോക്സിൽ ഫില്ല് ചെയ്യാനുള്ള ഭാഗത്ത് 10 എന്ന് എഴുതണം. ദെൻ ട്രയാങ്കിൾ ഹൗ മെനി ഡോട്ട്സ് ആണ് ഒന്ന് എണ്ണി നോക്കൂ. 1 2 3 4 ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഫില്ല് ചെയ്യാനുള്ള ഭാഗത്ത് 4 എന്ന് എഴുതണം. ആൻഡ് ദ സർക്കിൾ 1 2 3 4 ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ടാണ് സർക്കിളും മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ ഫില്ല് ചെയ്യാനുള്ള ഭാഗത്ത് 4 എന്നും എഴുതണേ. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു വർക്കുള്ളത്. ഇനി താഴെ നോക്കൂ. താഴെയുള്ളത് കുറച്ച് വലിയ സ്ക്വയറും ട്രയാങ്കിളും സർക്കിളാണല്ലേ. നമ്മൾ മുകളിലുള്ളത് ചെറിയ ഷേപ്സാണ് നമ്മൾ കൗണ്ട് ചെയ്ത് എഴുതിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഈ ഒരു വലിയ ഷേപ്സിൻ്റെ ഡോട്ട്സും കൗണ്ട് ചെയ്ത് എഴുതണം അല്ലേ. അപ്പോൾ അവിടെ ഫസ്റ്റ് വൺ നോക്കൂ, സ്ക്വയർ ആണല്ലേ. സ്ക്വയറിൽ എത്ര ഡോട്ട്സ് ഉണ്ട്? അപ്പം നമുക്ക് എണ്ണി നോക്കാം അല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12. സ്ക്വയർ 12 ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ടാണല്ലേ വന്നിട്ടുള്ളത്. അതവിടെ സ്ക്വയറിൻ്റെ ഭാഗത്ത് ഫില്ല് ചെയ്യാനുള്ളിടത്ത് 12 12 എന്ന് എഴുതണേ. നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് എന്താ? ട്രയാങ്കിൾ. ബിഗ് ട്രയാങ്കിൾ ആണല്ലേ. അത് എത്ര ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്? നമുക്കൊന്ന് എണ്ണി നോക്കാം അല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12. അതും 12 ആണല്ലേ. ആ ഒരു ട്രയാങ്കിൾ 12 ഡോട്ട്സ് ജോയിൻ ചെയ്ത് വന്ന ട്രയാങ്കിളാണ്. സോ ആ ഒരു ട്രയാങ്കിളിൻ്റെ നേരെ നമുക്ക് എന്ത് ചെയ്യാം? 12 1 2 എന്ന് എഴുതി കൊടുക്കാം അല്ലേ. ഇനി നെക്സ്റ്റ് സർക്കിൾ നോക്കൂ. ഒരു വലിയ സർക്കിൾ ഉണ്ടല്ലേ. അവിടെ സർക്കിൾ എത്ര ഡോട്ട്സ് ജോയിൻ ചെയ്തതാണ്? 1 2 3 4 5 6 7 8 ഡോട്ട്സ് ജോയിൻ ചെയ്തതാണല്ലേ. അപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ നേരെ 8 ഒന്നും എഴുതാം അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ഡോട്ട്സ് ആർ ഇൻസൈഡ് ഈച്ച് ഷേപ്പ്? റൈറ്റ് ദ നമ്പേഴ്സ്. ഈ ഒരു ഷേപ്സിൻ്റെ ഉള്ളിലും ഡോട്ട്സ് ഉണ്ടല്ലേ. അതായത് ഈ ഒരു സ്ക്വയറിൻ്റെയും ട്രയാങ്കിളിൻ്റെയും സർക്കിളിൻ്റെയും ഉള്ളിലും ഡോട്ട്സ് ഉണ്ട്. ആ ഡോട്ട്സ് ഒന്ന് കൗണ്ട് ചെയ്ത് എഴുതാനാണ്. സ്ക്വയറിൻ്റെ ഉള്ളിൽ എത്ര ഡോട്ട്സ് ഉണ്ട്? 1 2 3 4. അവിടെ 4 എന്ന് എഴുതണേ. ആൻഡ് ദ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എത്ര ഡോട്ട്സ് ഉണ്ട്? 1 2 3 4. അതും 4 ആണല്ലേ. ഇനി നെക്സ്റ്റ് നോക്കൂ. സർക്കിൾ. ആ സർക്കിളിൻ്റെ ഉള്ളിൽ എത്ര ഡോട്ട്സ് ആണുള്ളത്? അതും 1 2 3 4. അപ്പോൾ ഈച്ച് ആർ സെയിം ആണല്ലേ. ഈച്ച് ഷേപ്സിൻ്റെ ഉള്ളിലും എത്രയാണ്? 4 ഡോട്ട്സ് ആണല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ 4 എന്ന് എഴുതണേ. നെക്സ്റ്റ് പേജ് നോക്കൂ. ലെറ്റ്സ് ഡ്രോ ഷേപ്സ്. ഇനി നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഫസ്റ്റ് നോക്കൂ. ഒരുപാട് ഡോട്ട്സ് തന്നിട്ടുണ്ട്. നമ്മളോട് ഷേപ്സ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കുറച്ച് ക്വസ്റ്റ്യൻസും അവിടെ തന്നിട്ടുണ്ടല്ലേ. ഫസ്റ്റ് വണ്ണ് നോക്കൂ. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റെക്റ്റാങ്കിൾ ജോയിൻ 12 ഡോട്ട്സ് ടു ഡ്രോ ദിസ് ഷേപ്പ്. ഡ്രോ ദിസ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അതായത് ഒരു റെക്റ്റാങ്കിൾ നമ്മളോട് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? ജോയിനിങ് 12 ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ടാണ് ആ ഒരു ഷേപ്പ് വരക്കേണ്ടത്. അതുപോലെ ഈ ഒരു 12 ഡോട്ട്സ് ജോയിൻ ചെയ്ത് ഡിഫറെൻറ്റ് വേസിൽ വരക്കാൻ കഴിയുമോ എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒത്തിരി ഡോട്ട്സ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടൊന്ന് നിങ്ങൾ വരച്ച് നോക്കാൻ ശ്രമിക്കണേ. എന്തായാലും വരക്കാൻ കഴിയും കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കൂ. സ്ക്വയർ. ഒരു സ്ക്വയറിൻ്റെ ഷേപ്പ് തന്നിട്ടുണ്ട്. സ്ക്വയർ ടു ഡ്രോ ദിസ്. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട്സ് ദാറ്റ് ഷുഡ് ബി ജോയിൻഡ്? അതായത് ഈ ഒരു സ്ക്വയർ വരക്കാൻ കുറഞ്ഞത് എത്ര നമ്പറാണ് നിങ്ങളവിടെ ഉപയോഗിക്കുന്നത്? എത്ര ഡോട്ട്സ് ആണ് അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. കുറഞ്ഞ നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടാണ് ആ ഒരു വർക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് വരച്ച് നോക്കിയിട്ട് കൗണ്ട് ചെയ്ത് പറയണേ. ഇനി നെക്സ്റ്റ് നോക്കൂ. അതൊരു റെക്റ്റാങ്കിൾ ആണല്ലേ. റെക്റ്റാങ്കിൾ ഡ്രോ ദിസ് വിത്ത് 6 ഡോട്ട്സ് ഇൻസൈഡ്. അതായത് ആ ഒരു റെക്റ്റാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 6 ഡോട്ട്സ് വേണം. അങ്ങനെ 6 ഡോട്ട്സ് ഇൻസൈഡ് ഉള്ളിൽ വരുന്ന ഒരു റെക്റ്റാങ്കിൾ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കൂ. ഒരു ട്രയാങ്കിൾ ആണല്ലേ. ട്രയാങ്കിൾ ജോയിൻ ഡോട്ട്സ് ടു ഡ്രോ ദിസ്. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻഡ്? നമ്മളോട് ഒരു ട്രയാങ്കിൾ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ മെനി ഡോട്ട്സ് ആണ് ആ ഒരു ട്രയാങ്കിൾ വരക്കാൻ വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ അത് വരച്ചിട്ട് കൗണ്ട് ചെയ്ത് എഴുതണേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അതും വീണ്ടും ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് എ ഡോട്ട്സ് നീഡഡ് ടു ഡ്രോ? ഒരു ട്രയാങ്കിൾ വരക്കാൻ കുറഞ്ഞത് എത്ര ഡോട്ട്സ് ആണ് വേണ്ടത്? ആ ഡോട്ട്സിൻ്റെ നമ്പർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് വരച്ചിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് നോക്കൂ. അതും ഒരു ട്രയാങ്കിൾ ആണ്. വേറൊരു വേയിൽ വരച്ചതാണല്ലേ. വേറൊരു രീതിയിൽ വരച്ചതാണ്. വാട്ട് അബൌട്ട് ദിസ് ഷേപ്പ്? ഈ ഒരു ഷേപ്പിനെ കുറിച്ചോ? ഇതെങ്ങനെയാണ് വരക്കുക? എത്ര ഡോട്ട്സ് വേണം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷനൊക്കെ വായിച്ച് ക്വസ്റ്റ്യനൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് വരക്കണേ. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഡോട്ട്സ് ഉണ്ട്. വരച്ച് നമ്പർ എഴുതാനുള്ളതൊക്കെ എഴുതി വെക്കണേ.
അപ്പം ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. സീ ദ ഫിഗേഴ്സ് നമിത് മെയ്ഡ് യൂസിങ് ദിസ് ഷേപ്സ്. നമിത്ത് ഷേപ്പ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഫിഗേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കാണുന്നില്ലേ 3 ചിത്രങ്ങൾ? 3 അല്ല 6 ചിത്രങ്ങളുണ്ടല്ലേ. ആ ഒരു ചിത്രങ്ങളൊക്കെ നമിത്ത് ഷേപ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചിത്രങ്ങളാണ്. ഏതൊക്കെ ഷേപ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്? അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. റെക്റ്റാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. റൈറ്റ് ദ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് ഷേപ്പ് ഈസ് യൂസ്ഡ് ഇൻ എ പിക്ചർ വിത്തിൻ ദാറ്റ് ഷേപ്സ് ബിലോ ദ പിക്ചർ. ആ ചിത്രത്തിന് താഴെയായിട്ട് നമ്പർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിൻ്റെ നമ്പർ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? ഓരോ ഷേപ്സും എത്ര തവണയാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, അതായത് എത്ര ട്രയാങ്കിൾ ഉണ്ട്, എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്, എത്ര സർക്കിൾ ഉണ്ട് ഓരോ പിക്ചറിലൊന്നും കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി ആയിട്ടുള്ളൊരു വർക്കാണല്ലേ. അപ്പോൾ ഫസ്റ്റ് ചിത്രം നോക്കൂ. ഫസ്റ്റ് ചിത്രത്തിൽ എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്? ഒന്നേ ഉള്ളൂ അല്ലേ. അതുപോലെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4 5 ഉണ്ടല്ലേ. അതുപോലെ സർക്കിള് 1. അപ്പോൾ അതെങ്ങനെ ആ ഒരു സർക്കിളിൻ്റെ ഭാഗത്ത് എത്ര സർക്കിളാണെന്ന് എഴുതുക, ട്രയാങ്കിളിൻ്റെ ഭാഗത്ത് എത്ര ട്രയാങ്കിളാണെന്ന് എഴുതുക, റെക്റ്റാങ്കിളിൻ്റെ ഭാഗത്ത് എത്ര റെക്റ്റാങ്കിളാണെന്ന് എഴുതുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കാണല്ലേ. അപ്പോൾ കൂട്ടുകാരത് നോക്കിയിട്ട് ചെയ്യണേ. എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നല്ലോ. ഈസി ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അത് ചെയ്തു വെക്കണേ. ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഒരു ബോക്സിൽ. ഡ്രോ എ പിക്ചർ യൂസിങ് ദിസ് ഷേപ്സ്. അവിടെ 3 ഷേപ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എ സർക്കിൾ. അപ്പോൾ ഈ ഒരു 3 ഷേപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പിക്ചർ വരയ്ക്കാനാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന കൂട്ടത്തിലല്ലേ. ഈ 3 ഷേപ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചിത്രം ആ ഒരു ബോക്സിൽ വരച്ച് വെക്കണേ. ഇനി അടുത്ത പേജ് നോക്കൂ. അതിൽ നമുക്കൊരു വർക്കാണല്ലേ വരുന്നത്. എന്താണ്? സീ ഹൗ നമിത് ഈസ് എക്സസൈസിങ്. നമിത്ത് എക്സസൈസ് ചെയ്യുന്ന പിക്ചേഴ്സാണ് അതിൽ കൊടുത്തിട്ടുള്ളതല്ലേ. 3 ബോക്സസിലായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള വർക്ക് നോക്കൂ. ഡ്രോ മാച്ച് സ്റ്റിക്ക് ഫിഗേഴ്സ് ഓഫ് ഈച്ച് പിക്ചർ. ഓരോ ചിത്രത്തിന് നേരെയും മാച്ച് സ്റ്റിക്ക് ഫിഗേഴ്സ് വരയ്ക്കാനാണ്. എന്താണ് മാച്ച് സ്റ്റിക്ക് ഫിഗേഴ്സ്? അതേ, മാച്ച് സ്റ്റിക്ക് എന്ന് വെച്ചാൽ തീപ്പെട്ടിക്കൊള്ളിയാണല്ലേ. തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു നമിത്തിൻ്റെ പിക്ചറിൻ്റെ അതേ ഫിഗറിൽ അടുത്ത ബോക്സിൽ വരച്ച് കൊടുക്കാനാണ്. അതൊരു വർക്കാണ്. തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചുകൊണ്ട് അത് നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് നോക്കൂ, നമിത്ത് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത്? ഒരു കൈ മുകളിലേക്കും ഒരു കൈ താഴെ കാലിൻ്റെ പാദത്തിലേക്കും വെച്ച് പിടിച്ചിട്ടാണല്ലേ ഫസ്റ്റ് എക്സസൈസ്. അതുപോലെ ബാക്കി എക്സസൈസുകളൊക്കെ അവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് എക്സാമ്പിളായി തന്നിട്ടുണ്ട്. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചിട്ട് ബാക്കി 2 ബോക്സും കൂടെ നിങ്ങൾ ഫില്ല് ചെയ്യണേ. വളരെ ഈസിയായി ചെയ്യാൻ കഴിയൂലേ. നമ്മൾ മുന്നേ ചെറിയ ക്ലാസ്സിലൊക്കെ തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ച് ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തതാണല്ലേ. അപ്പോൾ അതുപോലെ ഇതൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. അതും നമുക്ക് ചെയ്യാനുള്ളൊരു വർക്കാണല്ലേ. റിബൺ ഫിഗർ. പേസ്റ്റ് കളേർഡ് പേപ്പർ റിബൺസ് ടു മേക്ക് ഡിഫറെൻറ്റ് ഫിഗേഴ്സ്. റിബണ് എന്താണ്? റിബൺ നമ്മൾ മുടിയിലൊക്കെ കെട്ടുന്ന, അതുപോലെ ഗിഫ്റ്റ് പേപ്പറിൻ്റെ മുകളിലൊക്കെ റാപ്പ് ചെയ്യുന്ന, കെട്ടി വെക്കുന്ന ഒരു റിബണാണല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ആ റിബൺ യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാക്കാനാണ്. ഇവിടെ താഴെ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എ കാർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ കാറ്റ്. അത് രണ്ടും റിബൺ യൂസ് ചെയ്തിട്ടാണല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളോട് വേറെ എന്തെങ്കിലും ഒരു ഫിഗർ, ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫിഗർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരതൊന്ന് ചെയ്തു വെക്കണേ. അതുപോലെ നെക്സ്റ്റ് നോക്കൂ. ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ. ഇവിടെ 1 2 3 4 പാറ്റേൺസ് തന്നിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് പിക്ചർ വരയ്ക്കാനാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണല്ലേ. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ ഉണ്ട്. സെക്കൻഡ് വൺ 2 ട്രയാങ്കിൾസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് 3 ട്രയാങ്കിൾസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർത്ത് വൺ എന്താ? 4 ട്രയാങ്കിൾസ് ഇതുപോലെ ജോയിൻ ചെയ്ത് വരയ്ക്കാനാട്ടോ. അതുപോലെ തന്നെയാണ് ഓരോ വർക്കുകൾ കേട്ടോ. അതിൽ നോക്കിയിട്ട് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കണേ. ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. ഒരു പോയമാണല്ലേ. വെൻ ഐസ്ക്രീം ഹിഡ്. എന്താണ്? ഒരു ഐസ്ക്രീം ഒളിച്ചപ്പോൾ എന്നുള്ളൊരു പോയമാണല്ലേ. നമുക്ക് നോക്കി നോക്കാം അല്ലേ. വൺ ഡേ ഡാഡി മെയ്ഡ് ഫോർ അസ്. ഒരു ദിവസം ഡാഡി അവർക്ക് വേണ്ടി ഉണ്ടാക്കി. എ ബൗൾ ഓഫ് ഐസ്ക്രീം. ഒരു ബൗൾ ഓഫ് ഐസ്ക്രീം. ഒരു ബൗളിൽ നിറയെ ഐസ്ക്രീം. സ്വീറ്റ് ആൻഡ് വൈറ്റ്. നല്ല മധുരമുള്ളതും വൈറ്റ് കളറുള്ളതുമായിരുന്നു. ഹി ലെഫ്റ്റ് ദ കിച്ചൺ ജസ്റ്റ് ഫോർ എ വൈൽ. അതായത് ഡാഡി കിച്ചണിൽ നിന്ന് മാറി നിന്നു കുറച്ച് സമയത്തേക്ക്. ആൻഡ് ഐസ്ക്രീം തോട്ട് നൗസ് മൈ ടൈം. അപ്പോൾ ഐസ്ക്രീം എന്ത് ചിന്തിച്ചു? ഇതെൻ്റെ സമയമാണല്ലേ. അപ്പോൾ ഇനി നോക്കൂ. സോഫ്റ്റ്ലി ഡൗൺ ഇറ്റ് സ്ലൈഡ്. സ്ലോലി, വളരെ പതുക്കെ, സോഫ്റ്റ്ലി, മൃദുവായി ഡൗൺ ഇറ്റ് സ്ലിഡ്. അതൊന്ന് താഴേക്ക് ചാടാൻ നോക്കിയില്ലേ. ജംപ്ഡ് ഇൻ എ ബോക്സ് ടു ഹൈഡ്. ഒരു ബോക്സിലേക്ക് ചാടിയിട്ട് ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു അല്ലേ.
സോ എ കപ്പ് ആൻഡ് ക്ലിംബ്ഡ് ഇൻസൈഡ്, ഒരു കപ്പിൻ്റെ ഉള്ളിലേക്ക് ക്ലിംബ്ഡ് ആയല്ലേ, അതായത് ചാടിയിരുന്നു അല്ലേ. ദെൻ ഫൗണ്ട് എ ബൗൾ ആൻഡ് ടുക്ക് എ ഡൈവ്, പിന്നൊരു ബൗൾ കിട്ടിയപ്പോൾ അതിലോട്ടൊരു ഡൈവ്, അതിലോട്ട് പോയല്ലേ. നോ മാറ്റർ വേർ ഇറ്റ് ചൂസ് ടു സേ ഇറ്റ് ചേഞ്ച്ഡ് ഇറ്റ്സ് ഷേപ്പ് ഇൻ എവറി വേ. ഹോ വാട്ട് എ ട്രിക്കി ലിറ്റിൽ ട്രീറ്റ്, ഓൾവേസ് മെൽറ്റിംഗ് ക്വിക്ക് ആൻഡ് നീറ്റ്. പിന്നെന്താ പറയുന്നത്, നോ മാറ്റർ വേർ ഇറ്റ് ചൂസ് ടു സേ, എവിടെ സ്റ്റേ ചെയ്യാൻ, എവിടെ താമസിക്കാൻ ഐസ്ക്രീം തീരുമാനിച്ചാലും ഇറ്റ് ചേഞ്ച്ഡ് ഇറ്റ്സ് ഷേപ്പ് ഇൻ എവറി വേ, എവിടെ താമസിച്ചാലും അതിൻ്റെ ഷേപ്പ് എന്താണ്, ഏത് വേയിലൂടെ ആയാലും അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഹോ വാട്ട് എ ട്രിക്കി ലിറ്റിൽ ട്രീറ്റ്, എന്തൊരു കരകൗശലമായ ട്രീറ്റ് ചെയ്യലാണല്ലേ ഇത്. ഓൾവേസ് മെൽറ്റിങ്, എപ്പോഴും ഉരുകിക്കൊണ്ടേയിരിക്കുന്നു. ക്വിക്ക് ആൻഡ് നീറ്റ്, നല്ല വൃത്തിയിലും ക്വിക്കായിട്ടും നീറ്റായിട്ടും അത് മെൽറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോയം. അപ്പോൾ ഐസ്ക്രീമിനെ കുറിച്ചിട്ട് ഇവിടെ ഈ ഒരു ചെറിയ പോയം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? അതായത് ഷേപ്പിനെ കുറിച്ചിട്ടാണല്ലേ, ഐസ്ക്രീമിൻ്റെ ഷേപ്പിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയം പറയുന്നത്. ഐസ്ക്രീമിന് അത് മെയ്ക്ക് ചെയ്ത സമയത്തുള്ള ഷേപ്പാണോ കുറച്ച് സമയം അത് വെച്ച് കഴിഞ്ഞാലുണ്ടാവുക? അല്ല അല്ലേ. അപ്പോൾ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ഐസ്ക്രീം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കണേ ഈ ഒരു പോയത്തിലൂടെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പോയം പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഈ ഒരു ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ നോക്കിയിട്ട് ആ ഷോർട്ട് വീഡിയോ കണ്ടാൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ആൻസേഴ്സൊക്കെ എഴുതുക കേട്ടോ. അപ്പോൾ ടീച്ചർ ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.